ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് എന്നാൽ നല്ല ടേസ്റ്റോട് കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ പൊരിച്ചതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എൻ്റെ ഉമ്മൻ്റെ സീക്രട്ട് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള മെഷർമെൻറ്റ്സ് ആണ് പറയാൻ പോണേ. ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കായിട്ട് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10-12 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ചെറുതാണ്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 എണ്ണൊക്കെ എടുത്താൽ മതി. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകാണ് കീറിയിട്ട് ഇട്ട് കൊടുക്കണേ. അത് നല്ല എരിവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തിട്ടുള്ളത്. എരിവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ തക്കാളി മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒരു കൈപ്പിടിയിലുള്ള അതാണ് കണക്ക്. കുറച്ച് കറിവേപ്പിൻ്റെലും ഇത്തിരി നാരങ്ങൻ്റെ നീരും കൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു പകുതി നാരങ്ങൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത്. നാരങ്ങ നീരിന് പകരമായിട്ട് വേണമെങ്കിൽ സുർക്ക ഉണ്ടല്ലോ, വിനീഗർ, അത് 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ മസാലപ്പൊടികളും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്ര ചേർക്കണ്ട കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക, ഏകദേശം 1 ടീസ്പൂണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. പിന്നെ ചിക്കൻ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ പോക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എല്ലുള്ള പീസാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ അരച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. കുറേ നേരം വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ 5 മിനിറ്റ് വെച്ചാലും പൊരിച്ച് കഴിയുമ്പം രസം ഉണ്ടാവും. എപ്പോഴും എല്ലാ റെസിപ്പി അങ്ങനെയാണല്ലോ, നമ്മൾ കൂടുതൽ സമയം വെക്കുമ്പം അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റാണ് അടിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഇനി ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇരുമ്പിൻ്റെ പൊരിക്കുമ്പം എന്തിനും ടേസ്റ്റ് കൂടുമല്ലോ. അങ്ങനെ ചട്ടി ചൂടായി കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലും പൊരിക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് പിന്നെ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതൊന്ന് വറുത്ത് കോരാ. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി പച്ചമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വറുത്ത് കോരി മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മൾ ചിക്കനും മീനും എന്തും പൊരിക്കുന്നതിൻ്റെ മുന്നേ ആദ്യം ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. അതിനുശേഷം ഞാൻ ചിക്കൻ്റെ പീസസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ്. സാധാരണ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന പോലെ അങ്ങനെ പൊരിച്ചെടുക്കുക. പിന്നെ അവസാനത്തെ ബാച്ച് പൊരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മസാല ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ആ ഒരു കായത്തോടെ വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഈ ചിക്കൻ പൊരിച്ചതുണ്ടെങ്കിൽ ചോറ് തിന്നാനേ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു കായം കൂട്ടി കുഴച്ചിട്ട് തന്നെ തിന്നാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. പിന്നെ ചപ്പാത്തികൾക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളിയും നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിൻ്റെയും ഒക്കെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തിന്നാൻ നേരത്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പുറം ഭാഗം. ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ബാച്ചിലേഴ്സ് ചിക്കൻ റെസിപ്പി എന്ന് തന്നെ പറയാം. കാരണം അത്രയും സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളിത് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതേന് കേട്ടോ, ചോറിലേക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്